മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത എബ്രഹാം ഓസ്ലർ കണ്ടു. ഇതൊരു ഇമോഷണൽ ത്രില്ലറാണ്. ഒരുപാട് മെഡിക്കൽ ടേംസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ തിരക്കഥാകൃത്ത് രൺധീർ കൃഷ്ണ ഒരു ഡോക്ടർ ആണ്. മമ്മൂട്ടിയുടെ നൻപകലിൻ്റെയൊക്കെ ക്യാമറമാൻ തേനി ഈശ്വറാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. BGM മിഥുൻ മുകുന്ദൻ. പേരുകൾ കാണിച്ചുകൊണ്ടിരിക്കെ തിയേറ്റർ വിട്ടിറങ്ങുമ്പോൾ മ്യൂസിക്കിൻ്റെ താളം ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ടൈറ്റിൽ കഥാപാത്രമായ എബ്രഹാം ഓസ്ലർ ജയറാമാണല്ലോ. ഫാമിലിയിൽ സംഭവിച്ച ദുരന്തങ്ങൾ മൂലം ഡിപ്രസ്ഡ് ആയ എന്നാൽ കർമ്മനിരതനായ ഒരു പോലീസ് ഓഫീസർ. അത് അദ്ദേഹം കൺവിൻസിംഗ് ആയി തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ രീതിയിലുള്ള ഒരു ക്യാരക്ടറൈസേഷൻ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ അല്പം മങ്ങലേൽപ്പിച്ചതായി തോന്നി. ജയറാമിൻ്റെ ക്യാരക്ടറിന് കഥയിൽ ശോഭിക്കാൻ കഴിയാഞ്ഞതുപോലെ. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കഥ തീർത്തും മറ്റൊരു രീതിയിലായി. പക്ഷെ പറയാതെ വയ്യ, സെക്കൻഡ് ഹാഫ് പൊളിച്ചടുക്കി. മമ്മൂട്ടിയുടെ മാസ് എൻട്രി തിയേറ്ററിൽ വലിയൊരു ഓളം തന്നെ ഉണ്ടാക്കി. മമ്മൂട്ടിക്ക് സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും വളരെ ക്രൂഷ്യലായിട്ടുള്ള ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റേത്. ഫസ്റ്റ് ഹാഫ് ഒരു ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഉദ്യോഗഭരിതമാണ്. ഒരു മെഡിക്കൽ കോളേജ്, കുറേ PG വിദ്യാർത്ഥികൾ, പഠനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ദൈനംദിന കാര്യങ്ങൾ, അധ്യാപകരായ സീനിയർ ഡോക്ടർമാർ എല്ലാം വളരെ രസകരമായി തന്നെ കാണിച്ചിട്ടുണ്ട്. PG സ്റ്റുഡൻസ് ആയിട്ടുള്ള 4 പേരും ഗംഭീരമാക്കി. രോഗിയായി വന്നിട്ടുള്ള പാട്ടുകാരനും കൊള്ളാം. പിന്നെ അനശ്വര രാജനും ആ ക്യാരക്ടറിനെ അനശ്വരമാക്കി. പൂമാനമേ എന്ന പാട്ടും പാട്ട് സീനുമൊക്കെ നല്ലൊരു ഫീൽ തരുന്നതാണ്. ജഗദീഷ് ആസ് യൂഷ്വൽ ഗംഭീരമാക്കി, എസ്പെഷ്യലി ക്ലൈമാക്സ് സീനൊക്കെ. സൈജു കുറുപ്പും ഒരു പ്രധാന വേഷത്തിൽ വരുന്നുണ്ട്. അർജുൻ അശോകൻ, ദിലീഷ് പോത്തൻ, അനൂപ് മേനോൻ, സെന്തിൽ കൃഷ്ണ, ആര്യ സലീം തുടങ്ങിയ ഒരു നീണ്ട താരനിര തന്നെയുണ്ട്. ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയായിട്ടാണ് അനുഭവപ്പെട്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.